ആ പാരമ്പര്യം അങ്ങോട്ട് വലിച്ചു കീറി പ്രശസ്തി മുക്കി തിന്നാലേ നിന്റെ വയറ് വശപ്പ് മാറൂടാ. അങ്ങനെയല്ല, മാമൻ കല്യാണം കഴിയുമ്പം എനിക്ക് എന്തായാലും സ്ത്രീധനായിട്ട് വല്ലതും തരുമല്ലോ. അതുകൊണ്ട് നമ്മൾ ജീവിച്ചോളാടേ. അത് മതി. ഇങ്ങോട്ടൊന്നാണ് സ്ത്രീധനം ഇപ്പൊ വാങ്ങിക്കുന്ന കൊടുക്കുന്ന തെറ്റാണെന്ന്. എന്നാ സ്ത്രീധനം വേണ്ട, ഒരു 3 ലക്ഷം രൂപ കടവച്ച് തന്നാലും ഞാൻ ജീവിക്കൂടാ. അത് പിന്നെ നിനക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അയാളെ മോക്ക് കൊടുക്കുന്ന പൈസ അയാൾ എന്തിന്റെ തിരിച്ചു മേടിക്കണ? സോറിടാ, അത് എനിക്ക് തെറ്റുപറ്റി. ഇവനെ വീട്ടിൽ കയറ്റാനൊന്നും കൊള്ളതൊന്നുമില്ലട്ടാ. ഞാൻ ആ പൈസ കൊണ്ടങ്ങ് ഗൾഫിൽ പൊയ്ക്കോളാം. അവിടെ ചെന്നിട്ട് നീ എന്തിരി കുഴിനകം പിടിച്ച ഒട്ടകത്തിന്റെ ക്യൂട്ടസ്റ്റ് കളിക്കൂടാ. എന്തിരി കൊള്ളാം. അങ്ങനെയല്ല, ഞാൻ അവിടെ ഒരു 50 വർഷം പോയി നിന്ന് സമ്പാദിച്ചിട്ട് തിരിച്ചു വരും. അതുവരെ എന്റെ മോളെ നിന്റെ വീട്ടിലെ സോക്കേഴ്സ് കൊണ്ട് വെക്കാനാ ഞാൻ കെട്ടിച്ചു വന്നത്. അങ്ങനെയല്ല മാമ, എനിക്ക് എന്തായാലും അവളെ വേണം. അവളില്ലാതെ പറ്റില്ല. അവളെന്റെ പ്രാണനാണ് മാമ. മക്കളെ, നീ ആദ്യം പോയി ജോലി തേട്, പിന്നെ കെട്ടിച്ചേരാ. കേക്കപ്പോഴാണ് എന്റെ കൈ നെല്ലാം പോകുന്നത്. അളിയോ, മാമൻ പറയുന്നതിലും കാര്യമുണ്ടടാ. ഇപ്പോഴത്തെ കാലത്ത് ജോലി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. നീ എവിടെ കെട്ടിയാലും നിങ്ങൾ തെണ്ടോ നിങ്ങൾ രണ്ടുപേരും ഇടുക. ഈ ന്യായം പറഞ്ഞ നിനക്ക് വല്ല ജോലിയും കൂലിയൊക്കെ ഉണ്ടാ? മാമ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. ഇവിടെ കൊണ്ട് പഠിക്കടാ. നിന്റെ എത്ര പ്രായമുള്ള അവന്. മക്കളെ, വീട്ടുകാരൊക്കെ ഉണ്ടോ? അച്ഛനും അമ്മയുണ്ട്, പ്രാരാബ്ദങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. അതാണ് ചെറുക്കൻ. മക്കളെ, എന്നെ പോലെ ഒരുത്തനെയാണ് ഞാൻ നോക്കി നടന്നത്. എനിക്കറിയാം മാമ, എനിക്കറിയായിരുന്നു കറങ്ങി തിരിഞ്ഞ് മാമ എന്റെ അടുത്തേ വരോളന്ന്. അമ്മക്കൊരു കുടുംബക്കാരെ ഇങ്ങനെ ജീവിച്ചു പോവാം മാമ. മക്കൾ എങ്ങനെ ഗ്യാപ്പിൽ നിന്ന് കേറി? ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പം വന്ന് കേറി. ഇത് അവന്റെ ഗ്യാപ്പല്ലേ? മക്കളിഞ്ഞോടാ മോനെ. കല്യാണം കഴിച്ചാണ്. കല്യാണമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാ കഴിക്കാം? പിന്നെ കെട്ടച്ചരക്കായിട്ട് നിക്കാണ് അങ്ങനെ വീട്ടിൽ. കാര്യം കാണിച്ചാൽ വേറെ അവ കാണുന്നുണ്ട്. ധാരെന്ന് മനസ്സിലായി. മാമ നല്ല കൊച്ചുമ്മ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം കേട്ടോ. എന്റെ മോളാണ്. മാമന്റെ മോളാ? ഇഷ്ടപ്പെട്ടാ? മക്കളെ മോക്ക് ഇഷ്ടപ്പെട്ടു. മക്കളെ മോളെ അല്ല, മക്കൾക്ക് മോളെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? അപ്പൊ വേണ്ട, ഒരു സെൽഫി എടുത്താലേ? സെൽഫി ഒക്കെ എന്തിനാ എടുക്കുന്നത്? ഒന്നുമില്ലടാ, ഞാൻ ഏത് ഫോട്ടോ എടുത്താലും എന്റെ വൈഫിന് ഞാൻ അയച്ചു കൊടുക്കും. എന്റെ ഫോട്ടോ എന്തിനു വൈഫിന് അയച്ചു കൊടുക്കുന്നത്? ഒന്നും മനസ്സിലായില്ല. നീ എന്തിനാ ഇവിടെ വന്നത്? അളിയന്റെ കാര്യം സംസാരിക്കേ. ഇപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? എന്റെ കല്യാണാലോചന. 100 തവണ ഞാൻ പറഞ്ഞു എനിക്ക് ആശയില്ലാതെ ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഇപ്പൊ നിനക്ക് എന്റെ ആശയം വേണം. എടാ, എനിക്ക് ജോലിയുണ്ട്. ആ കൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. മാമനും ഓക്കെ. നിന്നെയും കൊല്ലും, നിന്റെ മാമനെയും കൊല്ലും. എന്റെ കാര്യം പോയി പറയടാ, പറഞ്ഞു ശരിയാക്കടാ. നീ സമാനപ്പെടും, ഞാൻ പറയാം. പറയടാ. അവള് പറഞ്ഞടാ നിന്നെ ഇഷ്ടപ്പെട്ടത്. ഓ ആണ്. അവളൊരു കലാകാരി ആയത് നിന്റെ ഭാഗ്യം. അവള് പറഞ്ഞറിയാമോ, ഈ പാട്ട് പാടാനൊക്കെ കഴിവുണ്ടോ നിനക്ക്? മക്കൾ പാട്ട് പാടോ? തഴുകി ഉറക്കമുണർത്തുമെൻ മാമനെയാണ് എനിക്കിഷ്ടം. അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരികിൽ ചിന്തെങ്ങോ ചാഞ്ചാടും വയലിറമ്പിൽ എൻ മോഹം മേയുന്ന മണിക്കുടിലിൽ കൺചിമ്മി ആദ്യം കാണുന്ന കണിമലരേ കൈനീട്ടമേകൂ പൊന്നുമ്മ എന്നെറുകിൽ. 5 വർഷം ഞാൻ പ്രേമിച്ചെന്റെ ആശേനെ 5 മിനിറ്റ് മുമ്പേ വന്ന് അവന് നീ കെട്ടിച്ചെടുക്കൂലടാ. ഞാൻ സമ്മതിക്കത്തില്ലടാ. ആശ എന്റെ ജീവനാണടാ. ആശ എന്റെ പ്രാണനാണടാ. ആശേ, അയ്യാ, ഇതെന്റെ ആശയല്ലല്ലേ, അവളെ ചേച്ചി ആരിയില്ലേ മാമ? എടാ, ആശയുടെ ജീവിതമാണ് ഇങ്ങനെ കുട്ടിച്ചോറാക്കി. ഒരുത്തിനെങ്കിലും ജോലിയുള്ള ഒരുത്തിന്റെ കൂടെ നീ കെട്ടിച്ചു വിടാൻ സമ്മതിക്കില്ലടാ കാല.